ഓക്കെ, സെക്കൻഡ് പ്രോബ്ലത്തിൽ എക്സ് ലിമിറ്റഡ് ഇഷ്യൂഡ് 12% ഡിവെഞ്ചേഴ്സ് ആണ് ഓഫ് റുപ്പീസ് 1 lakh. The company pays corporate tax at 40%. Determine cost of debt assuming the debentures are perpetual and issued at par. ഒന്നാമത്തത് issued at discount, പിന്നെ issued at 10% ഡിസ്കൗണ്ട്, അതുപോലെ തന്നെ 10% പ്രീമിയം വിത്ത് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഓഫ് റുപ്പീസ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഓഫ് 2% പ്രൊസീഡ്സ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഇഷ്യൂഡ് അറ്റ് പാറാണ് ചെയ്യുന്നത്, അതായത് ഫേസ് വാല്യൂ ഫേസ് വാല്യൂ ഇഷ്യൂ ആണേ. അപ്പോൾ അവിടുത്തെ ഇക്വേഷൻ കണ്ടോ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ്, നമ്മൾ ആദ്യം ചെയ്ത ഇക്വേഷൻ തന്നെ 1 ഡിവൈഡ് ബൈ NB വരും എന്നുള്ളത് കേട്ടോ. നെറ്റ് പ്രൊസീഡ് NB ഇൻറ്റു 1 - T അല്ലേ. ആ, അപ്പോൾ അവിടെ നമുക്ക് NB എന്നുള്ളത് 1 lakh. ഓക്കെ, ഡിവെഞ്ചേഴ്സ് മൊത്തത്തിലുള്ളത്. പിന്നെ മൈനസ് 2000 ഫ്ലോട്ടേഷൻ കോസ്റ്റ് അവിടെ 2000 ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. 2%, 1 lakhന്റെ 2% നോക്കിക്കേ, 1 lakhന്റെ 2% 2000 വരും. 1 lakh ഇൻറ്റു 2%. എത്ര വന്നു? 1 lakh ഇൻറ്റു 2%. 2/100 അല്ലെ, ഡയറക്റ്റ് പെർസെൻറ്റേജ് കൊടുക്കുക. കൊടുത്തോ? എത്ര വന്നു? 1 lakh ഇൻറ്റു 1 lakh ഇൻറ്റു 2/100 അല്ലെങ്കിൽ 2%. 2 കൊടുത്താൽ പെർസെൻറ്റ് കൊടുത്താൽ മതി. 2% 2000 ഫ്ലോട്ടേഷൻ കോസ്റ്റാണ്. മനസ്സിലായി? അപ്പോൾ അതിന് 1 lakh 2000 കുറച്ചാണ് 98,000 എഴുതിയത്. കണ്ടോ, എഴുതിക്കേ. 1 lakh 2000 കുറച്ചാണ് 98,000 എഴുതിയേക്കുന്നത്. ക്ലിയർ അല്ലോ? നോ പ്രോബ്ലം, എഴുതിക്കേ, ചെയ്തേ. ഓക്കെ, ശരിയല്ലോ. I ഡിവൈഡ് ബൈ NB ഇൻറ്റു 1 - T അല്ലേ. അപ്പോൾ NB എന്ന് പറയുന്നത് താഴോട്ട് എഴുതി കാണിച്ചു. NB ഈസ് ഈക്വൽ ടു 1 lakh മൈനസ് 2000 ഈസ് ഈക്വൽ ടു 98,000 വരും. അപ്പോൾ 2000 വന്നേക്കണം വേണേൽ ബ്രാക്കറ്റ് കാണിച്ചോളൂ. 1 lakh ഇൻറ്റു 2%, അതിനായി 2000 ബ്രാക്കറ്റ് ഇല്ല, 2000 ബ്രാക്കറ്റ് കാണിക്കും. 1 lakh ഇൻറ്റു 1 lakhന്റെ ബ്രാക്കറ്റിൽ എഴുതി കാണിക്കാം. അവിടെ താഴോട്ട് എഴുതി കാണിച്ചു. 1 lakh ഇൻറ്റു 2% ആണ് 2000 ഇൻറ്റു 2%. ഓക്കെ, ഈസ് 2000 വരും. ഓക്കെ, അപ്പോൾ 98,000 ആയി. ഏതാ NB എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. I എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് അല്ലേ, 12% ആയാ. 1 lakh 12% ആയാ. 1 lakh 12% വരുമ്പോൾ 12,000 വരും. ഓക്കെ, അപ്പോൾ എഴുതിക്ക് 12,000 ഡിവൈഡ് ബൈ 98,000 അല്ലേ NB. 98,000 ഇൻറ്റു 1 40% വരുമ്പോൾ 0.40 വരുത്തില്ലേ അല്ലേ. 0.40 അല്ലെ, 0.4 ആയാലും മതി, കുഴപ്പമില്ലേ. അപ്പോൾ അതിനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തോളൂ. 12,000 അതേപോലെ വരും. വേണം പോയിന്റ്സ് ഇത് ഒഴിവാക്കിക്കോളൂ, 0 വെട്ടിക്കളാം. 3 0 3 0. ഓക്കെ, അപ്പോൾ എത്ര വരുന്നു? 12/98 ഇൻറ്റു 1 നിന്ന് 0.4 കുറയ്ക്കാൻ 0.6 വരുത്തില്ലേ അല്ലേ. അത് 1 രൂപയെന്ന് 40 പൈസ പറഞ്ഞു. 0.40 എന്ന് പറഞ്ഞാൽ 40 പൈസയാണ്. 1 രൂപയെന്ന് 60 പൈസ, അപ്പോൾ ബാക്കി 60 പൈസ വരുത്തില്ലേ. അപ്പോൾ 12,000 ഇൻറ്റു അല്ല സോറി വെട്ടി ചെറുതാക്കി അങ്ങനെ. ആ എനിക്ക് കുഴപ്പമില്ല, കാൽക്കുലേറ്റ് ചെയ്ത് 0.1224 പിന്നെ 1 വേണം. ഓക്കെ, എഴുതി കുഴപ്പമില്ല, 1 വേണം. അതിൻ്റെ ഒരു സെപ്പറേറ്റ് ചെയ്തില്ലേ. കുഴപ്പമില്ല. ഇൻറ്റു 60 ഇട്ട് കൊടുക്കണേ. 1 - 4 60 ഇട്ട് കൊടുക്കണം കേട്ടോ. 0.60 കൊടുത്തു. ആ പോയിന്റ് അങ്ങനെ തന്നെ കൊടുത്തു. ആദ്യത്തെ സ്റ്റെപ്പ് അതുപോലെ തന്നെ ഇട്ടു. കൊടുത്തു, കുഴപ്പമില്ല. ഇൻറ്റു 6 ഇല്ലേ,
അത് 6 ചെയ്തപ്പോഴാണ് അത് കിട്ടിയത്. 0.6 ചെയ്തപ്പോഴാണ് അത് കിട്ടിയത്. 6 ചെയ്യുമ്പോൾ 0.624 വരും. 1000 ഡിവൈഡ് ബൈ 98,000 അല്ലേ? 12 ഡിവൈഡ് ബൈ 98 അല്ലേ ചെയ്തേ? 12 ഡിവൈഡ് ബൈ 98 ഡിവൈഡ് ബൈ 98 എത്ര വന്നു? 0.12 ഇൻറ്റു 0.6 കൊടുക്കും. മാറി മാറ്റിക്ക് 0.12 ഇൻറ്റു 0.6. അതൊന്നുമില്ലേ? രണ്ട് ടെക്സ്റ്റിന് ആൻസർ വന്നു. 0.0734 വരുന്നല്ലേ? അടുത്തത് ഇൻറ്റു 6 കൊടുത്തേ. ഇവിടെ 0.6 കൊടുത്തേ. ഇൻറ്റു 6 എഴുതാതെ എഴുത്. ഇപ്പം കിട്ടി എഴുത്. 0.0734 അല്ലേ? ഈസിക്കൽ ടു വരുമ്പോഴത്തേക്ക് അവിടെ പെർസെൻറ്റേജ് എടുക്കുവാണെങ്കിലോ അതിന് ഇൻറ്റു 100 അടിച്ചാൽ മതി. ഇവിടെ അത് കിട്ടിയാൽ ഇൻറ്റു 100 അടി. ഇവിടെ ഇൻറ്റു 100 അടിക്ക് പെർസെൻറ്റ് വരും. ഇൻറ്റു 100 കൊടുത്തേ. ഇൻറ്റു 100 എത്ര വന്നു? 7.34. ടെക്സ്റ്റിലൊന്നും ഇല്ല, നമ്മൾ സ്റ്റെപ്പ് എഴുതിക്കോണം. അങ്ങനെയാണ് 7.34 അവിടെ വരുന്നത്. ഒന്നാമത്തെ ഇഷ്യൂ ഡേറ്റ് പാറാണേ. പേ നമ്പർ കൊടുത്തോ. ഇഷ്യൂ ഡേറ്റ് പാർ. ഇഷ്യൂ ഡേറ്റ് പാർന്നിട്ട് വരെ. അടുത്ത പ്രീമിയം അല്ലേ? നമ്മൾ ഡിസ്കൗണ്ട് ആണ് പ്രീമിയം. രണ്ടാമത്തെ പ്രീമിയം 3 കേസും ചെയ്യാൻ അവർ പറയുന്നത് അല്ലേ? അപ്പോൾ ഡിസ്കൗണ്ട്. അപ്പോൾ ഇഷ്യൂ ഡേറ്റ് ഡിസ്കൗണ്ട് രണ്ടാമത്തെ കൊടുത്തേ. ഇഷ്യൂ ഡേറ്റ് ഡിസ്കൗണ്ട് ഓഫ് 10%. ഇഷ്യൂ ഡേറ്റ് ഡിസ്കൗണ്ട് ഓഫ് 10%. ഓക്കെ, ഇക്വേഷൻ എഴുതിക്കോളൂ ഇതേപോലെ തന്നെ. നമുക്ക് ഈ കിട്ടിയത് KD ഇല്ലേ സാറേ? KD is equal to I divide by NB into 1 minus T കൊടുത്തല്ലോ. അപ്പോൾ NB കാണാൻ വേണ്ടി ഇക്വേഷൻ കണ്ടോ? പ്രിൻസിപ്പൽ എമൗണ്ട് ഡിസ്കൗണ്ട് കുറയ്ക്കണം, കോസ്റ്റ് ഓഫ് റൊട്ടേഷൻ കുറയ്ക്കണം. NB എന്ന് പറഞ്ഞ രീതിക്ക് NB is equal to പ്രിൻസിപ്പൽ മൈനസ് ഡിസ്കൗണ്ട് മൈനസ് കോസ്റ്റ് ഓഫ് റൊട്ടേഷൻ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പ്രിൻസിപ്പൽ എമൗണ്ട് 1 lakh. അപ്പോൾ അതിൻ്റെ 10% ഡിസ്കൗണ്ട് വരും. 1 lakh 10% 10,000 വരില്ലേ? ഓക്കെ, അപ്പോൾ അത് 1 lakh മൈനസ് 10% എന്ന് പറയുന്നത് 1 lakh 10% ആകുമ്പോൾ 10,000 വരും. 10,000 ഓക്കെ മൈനസ്. അപ്പോൾ 1 lakh 10,000 കുറയ്ക്കുമ്പോൾ എത്ര വരും? 90. നോക്ക് 99 വരും. അത് എഴുതുന്നത് 1 lakh 90,000 വരുന്നില്ലേ? 90,000 എഴുതല്ല. 90,000 ഇനി നമുക്ക് 2% പ്രൊട്ടക്ഷൻ കോസ്റ്റ് എഴുതിയാണ്. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. 90,000 2% നോക്ക്. 90,000 2%. പ്രൊട്ടക്ഷൻ കോസ്റ്റ് 2% അല്ലേ? അപ്പോൾ 90,000 ഇൻറ്റു 2% എത്ര വന്നു? 1,800 വന്നില്ലേ? എഴുതും 1,800 എഴുതും. അതങ്ങ് വിട്ടാം. അത് വിട്ടു 1,800. ഓക്കെ, ഇതാണ് NB എന്ന് പറയുന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യും. എത്ര വെച്ചാൽ NB കിട്ടും. അപ്പോൾ 1 lakh മൈനസ് 10,000 മൈനസ് 1,800 അതാണ് നമുക്കുള്ള NB. $200 ആണ്. 88,200 ആണ് അവിടെ നമുക്കുള്ള NB. അപ്പോൾ എങ്ങനെയാണ് വന്നതെന്ന് അറിയാമോ? പ്രിൻസിപ്പൽ എമൗണ്ട് 1 lakh, ഡിസ്കൗണ്ട് 10,000. 10% എന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അപ്പോൾ 1 lakh 10% 10,000 വരും. അപ്പോൾ ആ 10,000 കുറയ്ക്കാൻ ബാക്കി 90,000 ഉള്ളൂ. അപ്പോൾ പ്രൊട്ടക്ഷൻ കോസ്റ്റ് എല്ലാത്തിനകത്തും 2% എടുക്കാൻ പറയുന്നത്. അപ്പോൾ 90,000 10% ആണ്, അല്ല സോറി 2% ആണ് 1,800. അപ്പോൾ അങ്ങനെയാണ് 88,200 വരുന്നത്. നമുക്ക് ഇനി ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഇക്വേഷൻ കൊടുത്തേ. അതിന്ന് പറഞ്ഞ പഴയ പോലെ തന്നെ ഇൻട്രസ്റ്റ് അല്ലേ? 12% അല്ലേ? അപ്പോൾ 12,000 വരും. 12,000 ഡിവൈഡ് ബൈ 88. NB ഇപ്പോൾ കണ്ടുപിടിച്ചല്ലോ.
എത്ര 58,200 ഇൻറ്റു 1 മൈനസ് 40 തന്നെ മാറ്റമൊന്നുമില്ല 1 മൈനസ് 0.40 ഓക്കെ അത് കാൽക്കുലേറ്റ് ചെയ്തേ 12,000 അടുത്ത സ്റ്റെപ്പ് ഇട് 12,000 ഡിവൈഡ് ബൈ 88,200 ഇൻറ്റു 0.60 വരത്തില്ലേ 1 രൂപ 40 പൈസ കുറയ്ക്കുമ്പോൾ 0.60 ഇട്ട് കൊടുത്തു 0.60 ഓക്കെ അപ്പോൾ അത് കാൽക്കുലേറ്റ് കളയുന്ന 2 പൂജ്യം വെട്ടി കളയുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ വേണ്ട അങ്ങനെ തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വെട്ടാൻ നിൽക്കേണ്ട 12,000 ഡിവൈഡ് ബൈ 88,200 ഇൻറ്റു 0.60 നോക്കുക അപ്പോൾ എത്ര കിട്ടുമെന്ന് അറിയാം 12,000 ഡിവൈഡ് ബൈ 88,200 ഇൻറ്റു 100 എത്ര കിട്ടും ready 12,000 divided by 88,200 into 0.60 എത്ര വന്നു 0.0816 ഇടും 0.0816 ഇൻറ്റു 100 കിട്ടും അപ്പോൾ പെർസെൻറ്റ് കിട്ടും പെർസെൻറ്റ് കിട്ടാൻ വേണ്ടി ഇൻറ്റു 100 ഇടുന്നത് കേട്ടോ 8.16 ഇൻറ്റു 100 കൊടുത്തരാം അവിടെ 8.16 ക്ലിയർ ആയല്ലോ ഇനി ഇഷ്യൂ ഡേറ്റ് പ്രീമിയം മൂന്നാമത്തെ സ്റ്റെപ്പ് പ്രീമിയം 10% അല്ലേ അവിടെ ആണല്ലോ ഇക്വേഷൻ പഴയ പോലെ തന്നെ എഴുതിക്കോളൂ I divide by NP into 1 minus T ഓക്കെ അവിടെ NP കണ്ടുപിടിക്കണ്ടേ പ്രീമിയം അല്ലേ അപ്പം NP is equal to പ്രിൻസിപ്പൽ പ്ലസ് പ്രീമിയം ആയിട്ട് കൂട്ടണം ഡിസ്കൗണ്ട് ആയപ്പോൾ കുറച്ചില്ലേ അപ്പോൾ പ്രിൻസിപ്പൽ പ്ലസ് ഡിസ്കൗണ്ട് സോറി പ്രീമിയം പ്രിൻസിപ്പൽ പ്ലസ് പ്രീമിയം മൈനസ് കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷൻ അല്ലെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് പ്രിൻസിപ്പൽ പ്ലസ് പ്രീമിയം മൈനസ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഓക്കെ എന്നാ അപ്പോൾ പ്രിൻസിപ്പൽ വേണ്ട എത്ര 1 lakh അല്ലേ അപ്പോൾ 1 lakh 1 lakhന്റെ 10% 10,000 വരും 10,000 പ്ലസ് ചെയ്യണം അല്ലേ ഓക്കെ അപ്പോൾ 1,10,000 വേണം 2% പ്രൊട്ടക്ഷൻ കോസ്റ്റ് കുറയ്ക്കാൻ മനസ്സിലായി 1,10,000 2% നോക്ക് എത്ര അപ്പോൾ പ്രൊട്ടക്ഷൻ കോസ്റ്റ് കിട്ടും 1,10,000 ഇൻറ്റു 2% 1,10,000 ഇൻറ്റു 2% എത്ര വന്നു 2,200 അതാണ് പ്രൊട്ടക്ഷൻ കോസ്റ്റ് 2,200 അത് കാൽക്കുലേറ്റ് ചെയ്തേ അപ്പോൾ നമുക്ക് NP കിട്ടും $2,200 അറിയാമല്ലോ 1,10,000 റെക്കോർഡിംഗ് ആയിട്ട് അറിയാൻ കിട്ടും പിന്നെ നമുക്ക് നോക്കിയാലും മതി കേട്ടോ കേട്ടാൽ മതി കേട്ടോ 1,0800 1,07,800 ആണ് NP 7,800 ഇനി ഇക്വേഷൻ അപ്ലൈ ചെയ്തോ $12,000 ഡിവൈഡ് ബൈ 1,07,800 ഇൻറ്റു 1 മൈനസ് 40 അല്ലേ 1,07,800 ഇൻറ്റു 1 മൈനസ് 40 12,000 ഒക്കെ വരുന്നത് അറിയാം 12% ഡിവിഞ്ചേഴ്സ് ആണെന്ന് അറിയാവുന്നല്ലോ കേട്ടോ അത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി 1 മൈനസ് 0.40 അത് കാൽക്കുലേറ്റ് ചെയ്തേ മതി 12,000 ഡിവൈഡ് ബൈ 1,07,800 ഇൻറ്റു 0.60 വരും അത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി 2 പൂജ്യം വെട്ടിക്കളയാൻ പിന്നെ അതിൽ ഇത് വരും വേണ്ട നിൽക്കണ്ട
0.066 ഓക്കെ ഓക്കെ 0.06 0.0672 അല്ലേ 6678 ആണോ 6678 ഓക്കെ കൊടുത്തോ കുഴപ്പമില്ല ഇൻറ്റു 100 നോക്കും അപ്പോൾ പെർസെൻറ്റേജ് കിട്ടും 6.678 6.72% എന്നിട്ട് കൊടുത്തു നമുക്ക് ഒരു പ്രശ്നമൊന്നുമില്ലല്ലോ 0.1 ഒരു രൂപയ്ക്കാണ് ഇത് വരുമ്പോൾ എത്ര പൈസ ഉള്ളതൊക്കെ അറിയാലോ പെട്ടെന്ന് ചെയ്യാലോ അപ്പോൾ ഇതിനെല്ലാം ഇക്വേഷൻ ഇച്ചിരി മാറ്റമുണ്ട് ആദ്യത്തെ പ്രോബ്ലത്തിനകത്ത് I/P ആയിരുന്നു ഇവിടെ വന്നപ്പോഴത്തേക്ക് NP ആയി അപ്പോൾ അതിനുള്ള കാരണം എന്ന് പറയുന്നത് ആദ്യത്തിനകത്ത് നമുക്ക് ഇതൊന്നുമില്ല പ്രൊട്ടക്ഷൻ കോസ്റ്റ് ഒന്നുമില്ല ഇവിടെ പ്രൊട്ടക്ഷൻ കോസ്റ്റ് വന്നതാണ് NP ആയി നെറ്റ് പ്രൊസീഡ് ഒക്കെ മാറിയത് മനസ്സിലായി മറ്റൊരു പ്രിൻസിപ്പിൾ എമൗണ്ടേ ഉള്ളൂ അതുകൊണ്ടാണ് I/P ഇൻറ്റു 1 - C കൊടുത്തത് ആ ഇക്വേഷനകത്ത് കാരണം ക്വസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് വരുന്നത് അപ്പം നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ എന്തുണ്ട് ഈ പറഞ്ഞ ഇതുണ്ട് ഏതാ പ്രീമിയം പ്രൊട്ടക്ഷനും അതൊക്കെ വരും അപ്പോഴത്തേക്ക് നെറ്റ് പ്രൊസീഡ് കണ്ടുപിടിച്ച് വരുത്തുള്ളൂ പ്രൊട്ടക്ഷൻ കോസ്റ്റ് ആയി പ്രീമിയം ആയി ഡിസ്കൗണ്ട് ആയി ക്ലിയർ ആയോ അപ്പോൾ അതുകൊണ്ടാണ് ഇക്വേഷനിൽ എന്ത് ചെയ്തത് ഈ പറയുന്ന NP എന്ന് പറയുന്ന കാര്യം വന്നത് ക്ലിയർ അല്ലേ ഓക്കെ അടുത്ത് നോക്കിയ തിയറി അവിടെ വരെ എത്തി ഇനി കോസ്റ്റ് ഓഫ് റെഡീമോൾ ഡെപ്റ്റ് ആണ് റെഡീമോൾ എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ റെഡീം ചെയ്യുക റീപെയ്ഡ് റീപേയബിൾ എന്നൊക്കെയുള്ളതാണ് ഓക്കെ അപ്പോൾ റെഡീമബിൾ ഡെപ്റ്റ് ആർ ദോസ് ഡെപ്റ്റ് വിച്ച് ആർ റെഡീംഡ് ആഫ്റ്റർ എ സർട്ടൺ പീരീഡ് ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് ദ ഫെയിം അപ്പോൾ ഇവിടെ റെഡീമബിൾ എന്ന് പറഞ്ഞാൽ വിച്ച് ആർ റെഡീംഡ് ആഫ്റ്റർ എ സർട്ടൺ പീരീഡ് അപ്പോൾ ഒരു പീരീഡ് എത്ര കാലങ്ങൾ കഴിയുമ്പോൾ ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് എ ഫെയിം അപ്പോൾ ആ ഒരു ലൈഫ് ടൈം കഴിയുമ്പോഴൊക്കെ തിരിച്ചു കൊടുക്കുന്ന ഒരു കേസാണ് ഈ റെഡീമബിൾ ഡെപ്റ്റ് എന്ന് പറയുന്നത് ഹെൻസ് ഫോർ കാൽക്കുലേറ്റിംഗ് ദ കോസ്റ്റ് ഓഫ് റെഡീമബിൾ ഡിവെഞ്ചേഴ്സ് ദ റിഡംഷൻ പീരീഡ് ഈസ് ഓൾസോ കൺസിഡേർഡ് അപ്പോൾ റെഡീമബിൾ ഡിവെഞ്ചർ ആണോ എന്ന് നമ്മൾ നോക്കിക്കോണം ക്വസ്റ്റിനകത്ത് ഓക്കെ റെഡീമബിൾ ഡിവെഞ്ചർ ആണെന്നുണ്ടെങ്കിൽ റിഡംഷൻ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യണം തിരിച്ചു കൊടുക്കുന്ന കാലയളവ് ഒന്നാണ് കാൽക്കുലേറ്റ് ചെയ്യണം ഫോർമുല യൂസ്ഡ് ഫോർ കാൽക്കുലേറ്റിംഗ് റെഡീമബിൾ ഡെപ്റ്റ് ആസ് ഫോളോസ് കണ്ടോ KD അല്ലേ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് അല്ലേ D ഈസ് ഈക്വൽ ടു 1 + 1/n ഇൻറ്റു RV - NP ഓക്കെ ഡിവൈഡ് ബൈ 1/2 ഇൻറ്റു RV + NP ഇൻറ്റു 1 - T ആണ് ഓക്കെ അപ്പോൾ KD എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആണ് I എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ് സ്മോൾ ലെറ്റർ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻ വിച്ച് ഡെപ്റ്റ് ഈസ് റെഡീമഡ് RV എന്ന് പറയുന്നത് റെഡീമബിൾ വാല്യൂ ഓഫ് ഡെപ്റ്റ് ആണ് RV ഓക്കെ NP എന്ന് പറയുന്നത് നെറ്റ് പ്രൊസീഡ് ഓഫ് ഡെപ്റ്റ് ആണ് അപ്പോൾ RV റെഡീമബിൾ വാല്യൂ ഓഫ് ഡെപ്റ്റ് NP നെറ്റ് പ്രൊസീഡ് ഓഫ് ഡെപ്റ്റ് T എന്ന് പറയുന്നത് ടാക്സ് റേറ്റ് ആണ് ക്ലിയർ അല്ലേ അടുത്ത പ്രോബ്ലം നോക്കിക്കോളൂ കാണാൻ പഠിക്കൊന്നുമില്ല ഇക്വേഷനകത്ത് അവിടെ നോക്കിക്കോണേ 1 + 1/n RV NP രണ്ടിടത്തും RV NP ഉണ്ട് കണ്ടോ ആദ്യം മൈനസ് ചെയ്യുക പിന്നെ പ്ലസ് ചെയ്യുക മനസ്സിലായി ന്യൂമറേറ്ററിൽ എന്ത് ചെയ്യുക മൈനസ് ചെയ്യുക ഡിനോമിനേറ്ററിൽ പ്ലസ് ചെയ്യുക പിന്നെ അവിടുത്തെ ആ 1 + n/2 ഇവിടെ 1/2 ആണ് ഇത് കേട്ടോ അത്രേ ഉള്ളൂ പിന്നെ ബാക്കി എല്ലാം പഴയ പോലെ തന്നെ I ഇൻറ്റു 1 - T നമുക്ക് പഴയ പഠിച്ച ഇക്വേഷനകത്താണ് അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇതിൽ RV - NP ഉണ്ടെന്നുള്ള കാര്യം ശ്രദ്ധിച്ചാൽ മതി ഈ കമ്പനി ഇഷ്യൂടെ 10 lakh 10% റെഡീമബിൾ ഡിവെഞ്ചേഴ്സ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 4% ആണ് സോറി 5%. The cost of flotation amount 30,000. Debentures are redeemable after 5 years. Calculate the cost of debt assuming tax rate 50% കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് ക്ലിയർ അല്ലേ അപ്പോൾ അവിടെ ഇക്വേഷൻസ് നമുക്ക് പഴയ പോലെ തന്നെ തരുന്നുണ്ട് I എന്ന് പറയുന്നത് 10 lakhന്റെ 10% അതാണ് 1 lakh വന്നത് മനസ്സിലായോ ആ അപ്പോൾ ഇവിടെ 1/5 വന്നേക്കുന്നുണ്ടോ 5 ഇയർ ആണ് N എന്ന് പറയുന്ന നമ്പർ അല്ലേ അതാണ് 1/5 ഓക്കെ ഇൻറ്റു RV എന്ന് പറയുന്നത് 10 lakh മൈനസ് NP എന്ന് പറയുന്നത് അവിടെ നമുക്ക് ഇവിടെ കുറയ്ക്കാനുണ്ടെന്ന് തോന്നുന്നു അല്ലേ 5% കുറയ്ക്കണം 9,20,000 കിട്ടിയില്ലേ NP ആ NP എന്ന് പറയുന്നത് 10 lakh മൈനസ് റെഡീമബിൾ ഡിവെഞ്ചേഴ്സ് അറ്റ് ഡിസ്കൗണ്ട് 5% ഉണ്ടല്ലോ 10 lakhന്റെ 5% നോക്കണം കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷനും വേണ്ടി വരും കേട്ടോ നോക്കിക്കേ 10 lakhന്റെ 5% 1 lakh വരും അല്ലേ അല്ലല്ലോ 50,000 വരും 10 lakh ഇൻറ്റു 5/100 50,000 അതിൽ നിന്ന് ആ 30,000 ഫ്ലോട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കണം
അപ്പോൾ ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് 50,000 കിട്ടിയെന്ന് മനസ്സിലായി. അപ്പം ഈ 10 lakh ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈ 50,000 കുറയ്ക്കണം, ഫ്ലോട്ടേഷൻ കോസ്റ്റ് 30,000 കുറയ്ക്കണം. അങ്ങനെയാണ് 9,20,000 വരുന്നത്. പറഞ്ഞ മനസ്സിലായോ? 10 lakh മൈനസ്, ഒന്ന് മൈനസ് ചെയ്ത് നോക്ക്. 10 lakh മൈനസ് 50,000 മൈനസ് ചെയ്തു. 10 lakh മൈനസ് 50,000. 50,000 എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 1000 മൈനസ് 30,000. 30,000 ഫ്ലോട്ടേഷൻ കോസ്റ്റാണ്. അതാണ് 9,20,000 ഇവിടെ കിട്ടിയതല്ലോ. അപ്പോൾ ഇതിന് ശേഷം വീണ്ടും കണ്ടോ, 1/1/2 ഇൻറ്റു 10 lakh പ്ലസ് 9,20,000 ഇൻറ്റു 1 മൈനസ് 50 വരുന്നത് എങ്ങനെയാണ്? 50% ടാക്സ് റേറ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന 6.0604 കിട്ടുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? അതുകൊണ്ട് 9 lakh വർക്കിനോട്ട് ഉണ്ടോ ആ പേജിൽ 2.8 ഞാൻ പറഞ്ഞ കാര്യം? പ്രിൻസിപ്പൽ എമൗണ്ട് ഡിസ്കൗണ്ട് മൈനസ് ഫ്ലോട്ടേഷൻ കോസ്റ്റാണ്. പ്രിൻസിപ്പൽ എമൗണ്ട് 10 lakh, ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 5% 10 lakh 5% 50,000 വരും. ഫ്ലോട്ടേഷൻ കോസ്റ്റ് 30,000 മൈനസ് ചെയ്യുമ്പോഴാണ് 9,20,000 വരുന്നത്. ക്ലിയർ അല്ലേ? ഇനി അപ്ലൈ ചെയ്യാമോ? അപ്ലൈ ചെയ്തോ. ഇനി അത്രയും വർക്കിനോട്ടുകൂടെ എഴുതണം കേട്ടോ. വർക്കിനോട്ട് ഇതിന് മസ്റ്റ് ആണേ. ക്വസ്റ്റ്യനെ ഡിപ്പെൻഡ് ചെയ്ത് മനസ്സിലായിട്ടുള്ള കാര്യം റെഡീമബിൾ ആണെന്നുള്ള വരച്ചിട്ടോണേ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തേക്കുന്നത്. ഇക്വേഷൻ തെറ്റരുത്, നമ്മൾ തന്നെ സ്വന്തം പറഞ്ഞങ്ങ് എഴുതിക്കോണേ. I പ്ലസ് 1/n. 1/n എന്ന് പറഞ്ഞാൽ 1/n എന്ന് പറയുന്നത് 5. അതാ 1/n അവിടെ 1/5 എടുത്തേക്കുന്നത് കേട്ടോ. ഇതൊക്കെ നമ്മൾ മാത്സ് പഠിക്കുമ്പോഴേ ഇതൊക്കെ പേടിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് ഈ ഇക്വേഷൻ കാണുമ്പോൾ പേടിക്കുന്നത്. അത് കുഴപ്പമില്ല. ഇനിയിപ്പം RB എന്ന് പറയുന്നത് നമുക്ക് അവിടെ തന്നിട്ടുണ്ടല്ലോ, 10 lakh മൈനസ് NB എന്ന് പറയുന്നത് 9,20,000. ഓക്കെ, ഡിവൈഡ് ബൈ 1/2 ഉണ്ടല്ലോ. ആ കൊടുത്തോളൂ. 1/2 ഇൻറ്റു 1/2 ഇൻറ്റു 10 lakh പ്ലസ് 9,20,000 അല്ലേ? അല്ലേ? ആ കുഴപ്പമില്ല. അത് ചെയ്താൽ മതി, കുഴപ്പമില്ല. മനസ്സിലാക്കി ചെയ്താൽ മതി. കാര്യം ക്ലിയർ ആയി പോയാൽ മതി, നമുക്ക് മനസ്സിലായി പോയാൽ മതി കാര്യം. കിട്ടിയോ? $1 lakh കിട്ടിയില്ലേ? അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് വന്നു. അതിൻ്റെ കാൽക്കുലേഷൻ ആണ് അടുത്ത സ്റ്റെപ്പ് അല്ലേ? അപ്പോൾ 1 lakh പ്ലസ് 16,000 വന്നേക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? ആ 1 lakh അവിടെ ഉണ്ടല്ലോ. അപ്പോൾ 1 lakh പ്ലസ് 10 lakh 9,20,000 കുറച്ചേ. 10 lakh മൈനസ് 9,20,000 കുറയ്ക്കും. 80,000 ഇല്ലേ? 80,000
ഡിവൈഡ് ബൈ 5. ആ 160 വന്നല്ലേ? അതോ 16,000 വന്നോ? 16,000 ആയിരുന്നോ? നോക്കിക്കോ, ഒന്നുകൂടെ നോക്കിക്കോ. കുഴപ്പമില്ല, നോക്കി അല്ല പിന്നെ തെറ്റിപ്പോ. 80,000 പറഞ്ഞില്ലേ? 80,000 ഡിവൈഡ് ബൈ 5. അതാണ് 16,000 ഇവിടെ വന്നിട്ടുണ്ടല്ലേ? അതാണ് 1 lakh പ്ലസ് 16,000 വന്നത്. ഡിവൈഡ് ബൈ 9,60,000 വന്ന് എങ്ങനെ നമുക്ക് അപ്പുറത്ത് പ്ലസ് ചെയ്യുന്നതാണ്. ചെയ്താൽ മതി. ഓക്കെ, അത് ഇൻറ്റു ചെയ്യാനുള്ളതിൻ്റെ ഡിവിഷൻ വരും. ബ്രാക്കറ്റിൽ 1/5 കിടക്കുന്നത്, അത് ഡിവിഷൻ വരും എന്നുള്ളതേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ, ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ 1 lakh പ്ലസ് 16,000 വരും അല്ലേ? അവരെ ആ ഇൻറ്റു ചെയ്യാൻ കിടക്കുന്ന ഡിവിഷനിലൊന്നും എഴുതി കാണിക്കുന്നില്ല. നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇൻറ്റു വന്ന ഡിവിഷൻ എന്നൊക്കെ അറിയാലോ. പിന്നെ ബ്രാക്കറ്റ് മാറ്റുമ്പോഴത്തേക്ക്, ബ്രാക്കറ്റ് മാറ്റാൻ വേണ്ടി അങ്ങനെ വരുന്നേ. കിട്ടിയോ? 1 lakh plus 16,000 9,60,000. 9,60,000 അവിടെ പ്ലസ് ചെയ്യുന്നേ അല്ലേ? ഇൻറ്റു കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അറിയാമല്ലോ. 1 നിന്ന് 0.50 പോകുമ്പോൾ 0.50 വരില്ല പിന്നെ അല്ലേ? കഴിഞ്ഞിട്ടില്ല സ്റ്റെപ്പ് ഉണ്ടല്ലോ. ഇനി അത് കാൽക്കുലേറ്റ് ചെയ്തു. 1,16,000 1,16,000 ഡിവൈഡ് ബൈ 9,60,000 ഇൻറ്റു 0.50. അല്ലല്ലോ, അത് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ചെയ്യും. ഡിവിഷൻ നടത്തിയപ്പോൾ അല്ലേ? അതിരിക്കും ഇൻറ്റു പിന്നെ 0.50 കൊടുത്താൽ മതി. കറക്റ്റാ, 0.0604 കൊടുത്തു. 0.0604 ഇൻറ്റു 100 കൊടുത്തോ. അപ്പോൾ പെർസെൻറ്റേജ് എടുത്തേക്കാൻ പറ്റും. ഇൻറ്റു 100 ഇട്ടാൽ വേണമെങ്കിൽ, അല്ല അറിയാവുന്നുണ്ടെ പിന്നെ ഇടണ്ട. 6.04 വന്നില്ലേ? ഇത്രയേ ഉള്ളത്. ആ വർക്കിനോട്ട് എഴുതിയിട്ടെ താഴെ വർക്കിനോട്ട് കിടക്കുന്നുണ്ടോ? 10 lakh ഇൻറ്റു 10% 1 lakh എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടായിരുന്നു. $10 lakh 10%. ഈ പ്രോഡക്റ്റ് അതേപോലെ തന്നെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. എമൗണ്ട് അങ്ങോട്ട് ഇങ്ങനെ മാറ്റിയെടുത്തേ ഉള്ളൂ. ഇത് ചെയ്ത് പഠിച്ചുകൊണ്ട് പോവാം. അല്ല വേറെ ആയിട്ട് കാര്യമൊന്നുമില്ല ഇതിനകത്ത്. ചെയ്ത് പഠിക്കുക, വീഡിയോ ഒന്നുകൂടെ കേൾക്കുക. സ്റ്റാർട്ടിംഗ് പ്രോബ്ലം അതൊന്ന് കറക്റ്റ് ചെയ്യാം. വിട്ടുപോയില്ല, ചെയ്യുന്നില്ല. വേന പിടിച്ചിട്ടും കുറേ ക്ലിയർ ആയില്ലേ? അടുത്ത പ്രോബ്ലം നോക്കി.
A company issued 2,50,000 12% debentures to be redeemed after the expiry of 8 years. Cost of issue is 5% and tax rate 50%. Compute the cost of debt. ചെയ്യാൻ പറ്റുമല്ലോ അത്, പ്രശ്നങ്ങളൊന്നും അതിനകത്ത് വരുന്നില്ല, കാരണം സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ചെയ്തോളൂ. ഇൻട്രസ്റ്റ് വരുന്നതൊക്കെ വേണമെങ്കിൽ ബ്രാക്കറ്റിൽ ഇട്ട് വെക്കണോ? 2,50,000 12% നോക്കും. ഇൻട്രസ്റ്റ് 30,000 വരും. അതൊക്കെ വേണമെങ്കിൽ ഇവിടെ എഴുതി കാണിച്ചു സൈഡിലോട്ട്. 2,50,000 ഇൻറ്റു 12%. 2,50,000 ഇൻറ്റു 12%. 2,50,000 12% എത്ര വന്നു? 30,000. ആ 30,000 ഇൻട്രസ്റ്റ് അവിടെ ഇട്ടേക്കുന്നത് കേട്ടോ. ഒന്ന് എഴുതിക്കോ അത്. I is equal to സൈഡിലൂടെ എഴുതിക്കാവുന്നില്ല, നമ്മളത് എഴുതി കാണിച്ചു തുടങ്ങി. I is equal to 2,50,000 ഇൻറ്റു 12% ഇൻറ്റു 12% എത്ര വരും? 30,000 വരത്തില്ലേ? പിന്നെ 1/8 അറിയാം. 2,50,000 എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, മറ്റേ തന്നിട്ടുണ്ട്. പിന്നെ അവിടെ NB എന്ന് പറയുന്നത് 2,37,500 വന്നേക്കുന്നുണ്ടോ? 2,37,500. അതെങ്ങനെ കാണിക്കണ്ടേ? എഴുതിക്കുക. നെറ്റ് പ്രൊസീഡ് NB is equal to 2,50,000 NB പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് ഡിസ്കൗണ്ട് മൈനസ് വേണ്ടേ? കോസ്റ്റ് ഓഫ് ഇഷ്യൂസ് വരുന്നുണ്ടല്ലോ, അത് 5% അല്ലേ? അപ്പോൾ അത് എഴുതിക്കേ. ഫ്ലോട്ടേഷൻ കോസ്റ്റ് NB is equal to P മൈനസ് ഡിസ്കൗണ്ട് മൈനസ് കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷൻ ആണേ. അപ്പോഴവിടെ എത്രയാണ്? 2,50,000 മൈനസ് അതിൻ്റെ 30,000 ഇപ്പോൾ കുറച്ചോ, മൈനസ് ഡിസ്കൗണ്ട് 30,000 അല്ലേ? 30,000 മൈനസ് കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷൻ എത്രയാ? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, കോസ്റ്റ് ഓഫ് ഇഷ്യൂ 5% അല്ലേ? അതിന് ടാക്സ് റേറ്റ് ആണ് 50%. അപ്പോൾ 5% എടുത്തേ. മറ്റേ 2,50,000 ഇപ്പോൾ കുറച്ചില്ലേ? അപ്പോൾ 2 lakh എത്ര വന്നത്? 30,000 എത്ര വന്നു? 20,000. ആ 2,20,000 5% നോക്കി. ആ 14,000 ഇട്ടെ. ഓക്കെ, ആ 2,50,000 മൈനസ് 30,000 മൈനസ് 11,000 അല്ലേ? കുറച്ച് 2,30,000 കിട്ടുമെന്ന് തോന്നുന്നില്ലല്ലോ അത്. $2,37,500 കിട്ടണം നമുക്ക്. 2,50,000 നിന്ന് എത്ര കുറച്ച്? 30,000 കുറച്ച് 2,20,000 അല്ലേ? 2,20,000 5%